ഈ സമയത്ത് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്കും മറ്റു പ്രസ്ഥാനങ്ങൾക്കും ഇടയിൽ തർക്കത്തിലിരിക്കുന്ന വിഷയത്തിന്റെ കാതലായ വശം തൗഹീദ് ശിർക്ക് എന്നതാണ്. അതുകൊണ്ട് തൗഹീദിന്റെ മാനദണ്ഡം എന്ത്, ശിർക്കിന്റെ മാനദണ്ഡം എന്ത് എന്ന് തീരുമാനമാകുമ്പോഴാണ് ഏത് തൗഹീദാണ് ഏത് ശിർക്കാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക. അതുകൊണ്ട് തൗഹീദിന്റെ മാനദണ്ഡം ദുആ എന്ന് പറഞ്ഞ ദുആയാണ് ആരാധന എന്ന് പറഞ്ഞത് കൊണ്ട് പ്രശ്നം തീരില്ല. കാരണം ധാരാളം അർത്ഥങ്ങൾക്ക് ദുആ വന്നിട്ടുണ്ട്. ഇനി ദുആ മാത്രമേ ആരാധനയാവൂ എന്നും വെക്കാൻ പറ്റൂല. കാരണം നോമ്പും സക്കാത്തും ഒക്കെ അതും ആരാധന തന്നെയാണല്ലോ. അതുകൊണ്ട് എന്താണ് അത് അർത്ഥം, അത് തീരുമാനമാകേണ്ടതുണ്ട്. എന്താണ് തൗഹീദിന്റെ മാനദണ്ഡം, അത് തീരുമാനമാകേണ്ടതുണ്ട്. എന്താണ് ശിർക്കിന്റെ മാനദണ്ഡം, അത് തീരുമാനമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു ഏത് വിഷയങ്ങൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, നേരത്തെ പത്തപ്പിരിയ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇബ്ലീസിന്റെ കഥ. ഇബ്ലീസിന് എന്തേ തെറ്റ്? തൗഹീദിന്റെ മോശം. തൗഹീദിന്റെ മോശമല്ല, തൗഹീദ് ഇബ്ലീസിനല്ല ഉഷാറായിരുന്നു, തൗഹീദ് ഊക്കേറിയതാ പ്രശ്നം. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു ഇബ്ലീസിനോട്. പടച്ചോനെ അല്ലാഹ് അല്ലാത്തൊരാൾക്ക് സുജൂദ് ചെയ്യേ. അപ്പാടെ ഇഖ്ലാസിന്റെ കടുപ്പം കൂടി, തൗഹീദാണ് കൂടിപ്പോയി. തൗഹീദത്തും മോശമല്ല ഇബ്ലീസ്. അവൻ തന്നെ അല്ലാഹ് പറഞ്ഞ ആദമിനെ ആദരിക്കാനാ പറഞ്ഞ, ആദമിനെ ആദരിക്കുന്നില്ലേ, കടക്ക് പുറത്താക്കി. ഇനി നമ്മളും മറ്റു പ്രസ്ഥാനങ്ങളും തർക്കത്തിലിരിക്കുന്നതിന്റെ ഏത് വിഷയം എടുത്തു നോക്കിയും അതിന്റെയൊക്കെ കാതലായ വശാതായിരിക്കും. ഉദാഹരണമായിട്ട് തവസ്സുല് അതിനർത്ഥം എന്താ? പടച്ചോനെ ഞാൻ മോശക്കാരനാണ്, എന്നേക്കാൾ നിന്നിലേക്ക് അടുത്ത ആണാളെ അയാള്, അതുകൊണ്ട് അയാളോട് ഞാൻ അങ്ങേയറ്റം സ്നേഹം ബഹുമാനമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് പടച്ചവനെ എന്റെ ദുആ നീ ഒന്ന് സ്വീകരിക്കണമേ. കണ്ടോ, അപ്പൊ നമ്മൾ ചെറുതാകാം, മറ്റുള്ളവരെ വലുതാക്കുക. ഇബ്ലീസിന്റെ സ്വഭാവം എന്താ? ഞാൻ വലുതാകാം, മറ്റുള്ളവരെ ചെറുതാക്കുക. ഇനി മന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ മന്ത്രിച്ചാൽ പോരെ. എന്താ ബിസ്മി ഹംദും സ്വലാത്തൊക്കെ നമുക്ക് അറിയില്ല, ഓതിനെ മന്ത്രിച്ചാൽ പോരല്ല. പടച്ചോനെ ഞാൻ മന്ത്രിച്ചാൽ ശരിയാകുമെന്ന് അറിയില്ല, എന്നേക്കാൾ നിന്നിലേക്ക് അടുത്ത ആളാണ് അയാള്, അതുകൊണ്ട് ഞാൻ അയാളെടുത്ത് മന്ത്രിപ്പിക്കുന്നു. അതാണ് ഇപ്പൊ മന്ത്രത്തിന്റെ അല്ലാഹത്തിൽ. ഖബർ സിയാറത്തിന്റെ അൽഹാസൽ എന്താ? പടച്ചോനെ എന്നേക്കാൾ കൂടുതൽ നിന്നിലേക്ക് അടുത്ത നിന്റെ ഒരു വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കും ആദരിക്കും ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് നീ എനിക്ക് ഉത്തരം നൽകണം. ഇതാണ് ഇപ്പൊ തവസ്സുലാകട്ടെ, ഇസ്തിഗാസയാകട്ടെ, മറ്റേതാണെങ്കിലും നമ്മൾ ചെറുതാണ്, അവരൊക്കെ വലിയവരാണ് എന്ന കാര്യം അംഗീകരിക്കാനാണ് ഇതിന്റെ ഒക്കെ ഉള്ളിലുള്ള ആകത്തുക. പക്ഷേ ഇബ്ലീസിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാനാണ് വലുത്, അന ഖൈറും മിൻഹു, ആദമിനേക്കാൾ ഉത്തമൻ ഞാനാണ്. എന്താണ് തെളിവ്? ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. നീ എന്നെ പടച്ചത് തീ കൊണ്ടാണ്, ആദമിനെ പടച്ചത് മണ്ണ് കൊണ്ടാണ്. നീ എന്റെ വാക്കെന്താ? മണ്ണ് കൊണ്ട് പടച്ച ആദമിനേക്കാൾ തീ കൊണ്ട് പടച്ച ഞാനാണ് ഉഷാറ്, അതുകൊണ്ട് ആദമിനേക്കാൾ ഞാനാണ് ഉഷാറ്. വലിയ ആള് ചെറിയ ആൾക്ക് സുജൂദ് ചെയ്യാന്നുള്ളത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യൽ ശരിയല്ല, നീ എന്നോടത് കൽപ്പിച്ചതും ശരിയല്ല. ആണ് ഇബ്ലീസ് പറഞ്ഞതിന്റെ ആകത്തുക. കടക്ക് പുറത്ത് ആരാ ബഹുമാനുള്ള ആർക്കാന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. ഇബ്ലീസിന് എങ്ങനെ നോക്കിയാലും തെറ്റിയതാ. മണ്ണും തീയാ ഉഷാറ്. തീയിനല്ലായ്മ ചെയ്യാൻ മണ്ണിന് കഴിയും, മണ്ണിനല്ലായ്മ അത് ചെയ്യാൻ തീയിന് കഴിയൂല. മണ്ണ് തീ കൂടുന്തോളം ഉഷാറാകുക ചെയ്യുക. അപ്പൊ അള്ളാഹു ബഹുമാനിച്ച വ്യക്തിയെ ബഹുമാനിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഇബ്ലീസിന്റെ ഏക തെറ്റ്, തൗഹീദിൽ മോശം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. സ്വഭാവം എന്താ വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ മുജാഹിദായി. ഞാൻ ചോദിച്ചു എന്താണ് ഈ മുജാഹിദായത്? അയാൾ പറഞ്ഞു ഒന്നുമല്ല, എനിക്ക് പള്ളി കമ്മിറ്റിയിലെ സ്ഥാനം കിട്ടി. പള്ളി കമ്മിറ്റിയിലെ സ്ഥാനം കിട്ടി മാത്രമല്ല സാമ്പത്തികമായിട്ടൊക്കെ മെച്ചം കിട്ടണമെങ്കിൽ ഇതിൽ പോകണമെന്നാ ഇയാളെ പറഞ്ഞതാ. അതേ സമയത്ത് എമ്മക്കൊണ്ട് അങ്ങനെ സ്വഭാവം മുജാഹിദേ, അത് പ്രശ്നമല്ല. ജമാഅത്ത് അത് പ്രശ്നമല്ല. അതേമാതിരി കള്ളുടിയനാണെങ്കിലോ അവനെ നമ്മൾ അടുപ്പിക്കുകയും ചെയ്യൂല. അതേ സമയത്ത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ആശയപരമായ വൈകല്യമാണ് കർമ്മപരമായ വൈകല്യത്തെക്കാൾ ഗൗരവമേറിയത് ആശയപരമായ വൈകല്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പുത്തൻ കസ്ഥാനക്കാരന്റെ സുന്നത്തായ അമലോ നിർബന്ധമായ അമലോ അള്ളാഹു സ്വീകരിക്കുകയില്ല, ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ആ പുത്തൻ ആശയം ഒഴിവാക്കുന്നത് വരെ സ്വീകരിക്കുകയില്ല. ഹദീസുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു വ്യക്തമായി ഖുർആനിൽ പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ അബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു.
എന്ന് പറഞ്ഞിട്ട് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിറ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ നബിയെ തങ്ങൾ എത്തിക്കുകയില്ല. യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും എതിര് പ്രഖ്യാപിച്ച ആളുകളെ സ്നേഹിക്കുന്നവരായി എത്തിക്കൂല. വലൗകാനു അബാഅഹും, അതവരുടെ വാപ്പമാരാണെങ്കിലും മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൻ ഹദ്ദല്ലാഹ വറസൂലഹു എന്നതിൽ പുത്തൻ പ്രസ്ഥാനക്കാരും പെടും എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകൾക്ക് സംശയം, എന്താ പോരോട് സലാം പറയാൻ പാടില്ല എന്നാണ്. എന്താ അവരൊക്കെ നിസ്കരിക്കണോലല്ലേ, നിസ്കരിക്കുന്നവരല്ലേ, നോമ്പ് പിടിക്കുന്നവരല്ലേ, ഹജ്ജിന് പോണോലല്ലേ, എന്താ പോൾക്ക് കുഴപ്പം, എന്താ സലാം പറയാൻ പാടില്ല? വലിയ ഇഷ്കാല്. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് പഴയ ആളുകൾക്കൊക്കെ അറിയാം, പഴയ കാലത്ത് വസൂരി എന്ന രോഗം ഉണ്ടായിരുന്നു. വസൂരി എന്ന രോഗം എന്താണ്? ഒട്ടാകെ ശരീരം പൊട്ടി ഒലിച്ച് നാറുന്ന ഒരു രോഗമാണ്. ഈ രോഗം ഉണ്ടായാൽ അയാളുമായി ബന്ധപ്പെടാനോ അയാളായിട്ട് സലാം പറയാനോ കൈപിടിക്കാനോ ഒന്നും ആരും തയ്യാറാകാനില്ല. അതേ സമയത്ത് അവർ മരണപ്പെട്ടാൽ പോലും മറവ് ചെയ്യാൻ വരെ തയ്യാറാകാൻ അത്രയും വെറുത്തിരിക്കുന്ന എന്താണ്? ഇത് ബാഹ്യമായ ഒരു രോഗമാണ്, ആ രോഗം നമ്മിലേക്കും പടരുമോ എന്ന പേടിയാണ്. എന്നാൽ ഇത് ശാരീരികമായ രോഗമാണ്. അതേ സമയത്ത് ബിദ്അത്ത് എന്ന് പറഞ്ഞ് ആത്മീയമായ രോഗമാണ്. ആ രോഗം പടരുന്നതാണ് ശാരീരികമായ രോഗം പടരുന്നതിനേക്കാൾ നാം ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് പരസ്പരം സ്നേഹിക്കാനുള്ള മാർഗമാണ് സലാം പറയാന്നുള്ളത്. അത് സ്നേഹിക്കാൻ പറ്റുന്നവരെ സ്നേഹിക്കാൻ പറ്റൂ. റസൂൽ പറഞ്ഞൊരു ഹദീസ് കാണാ, വലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ. വലം തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാകുകയുമില്ല. എന്നാൽ അവലാ അദുല്ലുക്കും അലാ ശൈഇൻ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ആ കാര്യം നിങ്ങളങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരും. എന്താണ് ആ കാര്യം? അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം പറയണം എന്നാണ്. ഇതേ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് സലാം പറയൽ എന്ന് പഠിപ്പിച്ച റസൂല്. അതാ പറയുന്നു, പുത്തൻ പ്രസ്ഥാനക്കാരായിരിക്കുന്ന ആളുകൾക്ക് സലാം പാടില്ല. ഇബ്നു അസാക്കിർ റഹ്മഹുല്ലാ തന്റെ താരീഖ് ദിമസ്കിൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ തന്റെ ഉന്നത്തിൽ പറഞ്ഞ ഹദീസിൽ കാണാം. ഞാൻ നേരത്തെ ഓതിയ ആയത്തിന്റെ തഫ്സീറുകളിലൊക്കെയും കാണാം. എന്താ കാരണം? ഇത് നമ്മുടെ ആത്മാവിന് പിടിക്കുന്ന രോഗമാണ് ബിദ്അത്ത്. അത് ശരീരത്തിന് പിടിക്കുന്ന രോഗത്തേക്കാൾ ഗൗരവമായി നാം കാണേണ്ടതുണ്ട്.